സമയം 5 മണി, പുറത്ത് കൂരി ഇരുട്ട്. രാവിലെ തന്നെ ദേ ഈ പേട്ട ചായ ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ചായ കേട്ടോ. അത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്, വേറെ എവിടേക്കല്ല, കാട്ടിലേക്ക്. ആന, പുലി, കടുവ, സിംഹം എന്ന് സർവത്ര മൃഗങ്ങളുടെ പേരും എന്റെ കുട്ടീസ് പറയുന്നുണ്ട് കേട്ടോ. കാണാതെ അവന്മാർക്ക് അറിയില്ലല്ലോ, ഇവന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അവസ്ഥയിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന്. ഇപ്പൊ സമയം 6:20 കേട്ടോ. നല്ല കാലാവസ്ഥ, അതായത് നല്ല തണുപ്പ്. പക്ഷെ ഈ സുഖം ഏറി ഇരിക്കാനില്ല. നല്ല അടിപൊളി 2 വ്യൂ പോയിന്റ് ആട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. നല്ല സൂപ്പർ ഇതായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ സ്പോട്ട്. ഈ യാത്രയിൽ നമ്മൾ കണ്ട മൃഗങ്ങളെയൊക്കെ ഞാൻ ഫുൾ വീഡിയോയിൽ കാണിക്കാട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് അതിസാഹസികമായി എടുത്ത വീഡിയോസ് ആണ്. കാരണം ദേ ഇത് നോക്കി, കാട്ടുപോത്താണ് കേട്ടോ. നിങ്ങൾ വിശ്വസിക്കണം, കാട്ടുപോത്താണ് അത്. അടുത്ത് പോയി വീഡിയോ എടുത്ത് നല്ല ക്ലിയറിൽ കിട്ടിയതന്നെ. പക്ഷെ അടുത്ത് പോയി വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല എന്നുള്ള റീസൺ കാരണം ഞാൻ ഈ വണ്ടിയുടെ ഉള്ളിലുള്ള സാഹസികം മാത്രം കാണിക്കുള്ളൂ. പിന്നെ റോഡ് നോക്കി എന്റെ പൊന്നു മക്കൾ സർവത്ര കുലുങ്ങി. ഈ കുലുങ്ങിയതിനൊക്കെ കാര്യം ഉണ്ടായിട്ടോ. കാരണം ദേ ഇത് നോക്കി, എന്റെ ദൈവമേ, മേഘത്തെ കൈയോട്ട് തൊടാന്ന് പറയുന്ന ഒരു ഫീൽ ആട്ടോ. അടിപൊളി വ്യൂ മാത്രമല്ല കേട്ടോ, നല്ല തണുത്ത കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണന് വെച്ചൊക്കെ ദേ ഇതായിരുന്നു അവസ്ഥ. ഗൗരിനെ താഴെ നിർത്തിയില്ല, കാരണം കൊച്ചു നിൽക്കൂല, പറക്കും ചിലപ്പോ. ഞാൻ എന്തായാലും ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്തിട്ടോ. കാരണം നല്ല ബ്യൂട്ടിഫുൾ വ്യൂവും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ കാറ്റിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും എന്റെ പൊന്നെ, ഞാൻ വരുണിനെ നമിച്ചു പോയി. വരുൺ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർ ആട്ടോ. നമുക്ക് ഒരു ദിവസം പോയപ്പോഴേക്കും എല്ലാ പാർട്സും അവിടെ തന്നെ ഉണ്ടോ എന്ന് സംശയമായിരുന്നു. അവർക്കൊക്കെ ഇത് എന്നും നിത്യശീലമാണല്ലോ. അങ്ങനെ നമ്മൾ ഇറക്കി വരുൺ പോയിട്ടോ. നമ്മൾ പിന്നെ നേരെ നമ്മുടെ റിസോർട്ടിൽ പോയി അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവാട്ടോ. ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഏതോ ഒരു സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞാണോ എന്ന് സംശയം തോന്നുന്ന ചെടികളെയും കണ്ട് നമ്മൾ തിരിച്ചു വരണം. അപ്പൊ ഇത്രേ, ബൈ.